നമ്മളെ ഈ കോടതി വഴിക്ക് നമ്മളിപ്പോൾ ഇൻ്റർ കാസ്റ്റ് മാരേജ് അതുപോലെ ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് വിവാഹം കഴിച്ചു വരുന്ന ആളുകൾക്ക് ഒരു സംവരണം ഏർപ്പെടുത്താനായിട്ട് കോടതി വഴിക്ക് സാധിക്കും. ഇപ്പോൾ ഹിന്ദു മുസ്ലിം കല്യാണം, ക്രിസ്ത്യൻ മുസ്ലിം കല്യാണം, അതുപോലെ ബ്രാഹ്മണർ താഴ്ന്ന ജാതി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുക, അതുപോലെ ഈ വ്യത്യസ്ത സ്റ്റേറ്റിലെ ആളുകൾ പരസ്പരം കിട്ടുക, അങ്ങനെ കല്യാണം കഴിച്ചു വരുന്ന ആളുകൾക്ക് സംവരണം ഏർപ്പെടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുമോ? അത് കോടതി വഴിക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാനായിട്ട്? ശരിക്കും പറഞ്ഞാൽ ഈ മിശ്ര വിവാഹക്കാർക്ക് വേണ്ടി ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്, അതിനെ പടിപടിയായി തകർത്ത് കളഞ്ഞതാണ്. നമ്മളത് അങ്ങനെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അതിൻ്റെ അകത്തെ മെമ്പറൊക്കെ ആയിട്ട് എന്നെ ഞാൻ പോയിരുന്ന കാലമൊക്കെ ഉണ്ട്. പിന്നീട് ഞാൻ കാണുന്ന ഈ സാമൂഹിക അന്തരീക്ഷം കൂടെ രൂപപ്പെടേണ്ടത്, അല്ലാതെ ആ സംവരണം വെക്കുന്നത് വഴി ഇന്ന് സംവരണം കൊണ്ട് ഉള്ള ഒരു ശ്വാസം മുട്ടുന്നിടത്തും കൂടെ അവരെയും കൂടെ പെടുത്താവുന്നുള്ള അല്ലാതെ കൂടുതലൊന്നും സംഭവിക്കത്തില്ല. ഇത് വേറൊരു വലിയ പ്രോസസ്സ് മറുവശത്ത് നടന്നേ പറ്റൂ. പകരമുണ്ടാകേണ്ടതുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താ, നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഉടനെ നാടങ്ങ് മാറുമെന്ന്. അങ്ങനല്ല. ഈ ഓരോ വീടും ജനാധിപത്യ വിരുദ്ധമായ കേന്ദ്രങ്ങളാണ്. വീട്ടിനകത്ത് എന്താ പഠിപ്പിക്കുന്നത്? മേല് കീഴാ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ നമുക്ക് എവിടെയെങ്കിലും പോയി ജനിക്കാൻ, നമ്മൾ ഇപ്പം നിങ്ങളീ പറഞ്ഞ പോലെ ഒരു ജനിക്കാനൊരു വീട് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കൊരു ഇത് തരുവാണെന്ന് വെച്ചാൽ എവിടെ ജനിക്കും? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ജനിക്കാനൊരു വീടില്ലാത്ത നാട്ടിലാണ്. അതങ്ങനെ മനസ്സിലാക്കണം. അതാരുടെയും കുറ്റമൊന്നുമല്ല. മതജാതി ബന്ധങ്ങളുള്ള വീടുകളിലേ ജനിക്കൂ. പക്ഷേ ക്ലാസ് റൂം അതല്ല. അവിടെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അത് അവിടെ പരാജയപ്പെട്ടു പോയി. ഇന്നും നമ്മുടെ ക്ലാസ് റൂംസ് എന്ന് പറയുന്നത് ഹെയറാർക്കി പഠിപ്പിക്കുന്ന ക്ലാസ് റൂമാണ്. സാറ് വരുമ്പോൾ എണ്ണീറ്റ് നിൽക്കണമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന നല്ല തുല്യ പൗരത്വമുള്ള ഉണ്ടാക്കുന്ന ക്ലാസ് റൂം ഉണ്ടായിട്ടില്ല. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത്. അതിനകത്ത് നമുക്ക് പൗരബോധമുള്ള കുറച്ച്, ഞാൻ അല്പം ഒരു രാഷ്ട്രീയ ബോധത്തോടെ ആളുകൾ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നിടത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുന്നതല്ല, അല്ലാതെ ഈ കുട്ടിക്കാലത്ത് ഇടപെടുന്ന ഈ മെക്കാനിസം നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് അതിനകത്ത്. ഈ കടലാസൊന്ന് വായിച്ചോട്ടെ. ഒരു ഇംഗ്ലീഷുകാരനാ. ക്യാൻ ഹ്യൂമാനിറ്റി എക്സിസ്റ്റ് വിത്തൗട്ട് സൈക്കോളജിക്കൽ ബൗണ്ടറീസ് ലൈക്ക് അസ് ഓർ ദം? ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടതാണ്. അസ് ആൻഡ് ദം എന്ന് പറയുന്ന സാധനമില്ലാതെ ഒരു ജീവൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല. നമ്മളെല്ലാം ജീവനുള്ളതായത് കാരണം കൊണ്ട് നമ്മളും അവരും എന്ന് പറയുന്ന ബോധം നമുക്കുണ്ടാകും. പക്ഷെ അത് നേർപ്പിക്കാൻ പറ്റും. നമ്മൾ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാൻ പറ്റും. നിങ്ങളും നമ്മളും എന്ന് പറയുന്നതിനകത്ത്, ഞങ്ങളും നിങ്ങളും എന്ന് പറയുന്നതിനകത്ത് നമ്മൾ എന്ന് പറയുന്നതിനെ ഊന്നൽ കൊടുത്ത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കാൻ പറ്റും. അതുവഴി കുറയ്ക്കാൻ പറ്റും. ക്യാൻ അവെയർനെസ് എലോൺ ഡിസോൾവ് ഡീപ്പ് റൂട്ടഡ് സോഷ്യൽ ഇഷ്യൂസ് ലൈക്ക് കാസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ, ജെൻഡർ, പൊളിറ്റിക്സ്? ഇല്ല. അവെയർനെസ് കൊണ്ട് മാറുന്നതല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമാന്തര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകേണ്ടതുണ്ട്. പ്രാക്ടീസസ് ഉണ്ടാകേണ്ടത്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലം വേണം. അതാണ് ക്ലാസ് റൂമാണ് നമ്മുടെ ഫസ്റ്റ് പ്രമേസ്. അതിനുള്ള അധ്യാപകരെ ഉണ്ടാക്കേണ്ടതുണ്ട്, അത് പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ ഈ മുറിക്കകത്ത് നമുക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന നിലവാരത്തിലുള്ള സിസ്റ്റം അല്ല. നമ്മൾ സെക്രട്ടേറിയറ്റിലോട്ടോ പഞ്ചായത്തിലോ ഒക്കെ പോയാൽ അത് മുഴുവൻ ഹെയറാർക്കിക്കലാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇടം വേണം. അത് സമാന്തരമായി ഞാൻ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ക്യാൻ എ ട്രൂലി ഫ്രീ തിങ്കർ എക്സിസ്റ്റ് വിത്തൗട്ട് ബീയിങ് ഐസൊലേറ്റഡ് ഫ്രം സൊസൈറ്റി? ഇന്നത്തെ അവസ്ഥയിൽ ഐസൊലേഷൻ തന്നെയാണ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ഫ്രീ തിങ്കറൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതെങ്കിലും വീട്ടിൽ ജനിക്കണ്ടേ? ജനിച്ച വീടിൻ്റെ എല്ലാ ദുരിതങ്ങളും പേറിയേ നമ്മൾ വളരുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ജനിച്ച വീടിനനുസരിച്ചിട്ടല്ലല്ലോ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറാനൊക്കുന്നവരും തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ സാധ്യത അവിടെ ഉണ്ട്. അതിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനുള്ള സാമൂഹികമായിട്ടുള്ള സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ട്. അത് നമ്മളിപ്പോൾ ഈ ക്ലബ്ബുകൾ, ആധുനിക സ്പോർട്സ് ക്ലബ്ബ്, ഇതൊക്കെ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ. പക്ഷേ നമ്മൾ വീണ്ടും അമ്പലവും പള്ളിയാണ് പകരം മുഴുവൻ ഇപ്പോഴും വീണ്ടും വരും.
ഇപ്പോഴും നമ്മൾ കളികൾക്ക് ഈ പഴഞ്ചൻ കളികളെന്ന് പറഞ്ഞിട്ടുള്ള സാധനം മുഴുവൻ ഇറക്കി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇതുപോലുള്ള സ്പോർട്സ് ആക്ടിവിറ്റികളും ഒക്കെ നമുക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെ മാത്രമാണ് നമുക്ക് ഇത് കുറയ്ക്കാനേ പറ്റൂ, ഇല്ലാതാക്കാൻ പറ്റില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ അറിയണം. അതുകൊണ്ട് ജീവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിരില്ലാത്ത പ്രപഞ്ചത്തിനകത്ത് അതിരനുഭവത്തിനെയാണ് ജീവനെന്ന് പറയുന്നത്. ഞാനും അതും എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. പക്ഷെ ബൗണ്ടറി നമുക്ക് ഇന്ന് കോൺഷ്യസ് ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ ബലം കുറയ്ക്കാൻ പറ്റും, അങ്ങനെ പറ്റും. ഇല്ലാതാക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കരുത്, അതില്ല. ഇനി എന്താണ് ഒരു ചോദ്യം, വേൾഡ് പൊളിറ്റിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ വന്ന റിലീസായിട്ടുള്ള എപ്സ്റ്റീൻ ഫൈൽസിൽ ഒരു ലൈന് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പാൻഡമിക്കിന് വേണ്ടി പ്രിപ്പയർ ആയിക്കോ. അത് കൊറോണ വരുന്നതിന് മുമ്പ് വന്നതാണ്. അപ്പോൾ അത് അവർ ബയോളജിക്കലി ഈ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ബയോളജിക്കലി പ്രോഗ്രാം ചെയ്തിറക്കിയ വൈറസ് ആണോ എന്നാണ് മൈത്രേനോട് ചോദിക്കുന്നത്. മൈത്രേന അത് എന്താ തോന്നുന്നത്? അവരത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വിട്ടതാണോ? ഇപ്പോൾ ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ വളരെ നീണ്ട് സംസാരിക്കേണ്ടതുണ്ട്. മനുഷ്യർ നമ്മൾ ചെന്നുപെട്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ ലോകത്ത് 1%-നും 2%-നും ഇടയിലുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് സകല ധനവും സകല അറിവും ആധിപത്യവും എല്ലാം അവരുടെ കയ്യിലായിട്ട് മാറിയിരിക്കുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മുടെ മുന്നിൽ വരുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം ഞാൻ ഇപ്പം പറയുന്നില്ല, ഒരു 5-10 വർഷത്തിനകത്ത് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും മനുഷ്യരെന്നുള്ള നിലവാരത്തിൽ. നമ്മൾ 2 സ്പീഷീസായി പോകാനുള്ള സാധ്യതയുള്ള ഒരു ലോകത്താണുള്ളത്. ധനമുള്ളവർ വലിയ നഗരങ്ങളിൽ ജീവിക്കുകയും ബാക്കിയുള്ളവർ ദുരിതപ്പെട്ട് ജീവിക്കാൻ നല്ല സാധ്യതയാണ്. നമ്മൾ ഈ പറഞ്ഞ റെസിസ്റ്റൻസ് തന്നെ സാധ്യതയില്ലാതെ പോകാൻ വരെ കഴിയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല. പണ്ട് കാർമാസൊക്കെ പറയുമ്പം ജോലി ചെയ്യുന്നവരില്ലാതെ ഒരു പണക്കാരൻ എന്തായാലും ഉണ്ടാകത്തില്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ജോലി എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അത് കാരണം കൊണ്ട് പഴയ ബാർഗെയിനിങ് പവറൊന്നും നമുക്ക് പഴയതുപോലെ ഉണ്ടാകില്ല. ഇതൊക്കെ നമ്മൾ ഇതുപോലെ അറിയണം. അതുകൊണ്ട് 2 തരത്തിലെ മനുഷ്യരായി മാറിപ്പോകാനുള്ള സാധ്യത ആ ലെവലിലുണ്ട്. അതേ സമയത്ത് ഇപ്പോൾ ആരും ഒന്നും അധികം പറയാതിരിക്കുന്ന എൻവയോൺമെൻ്റലായ വലിയൊരു പ്രശ്നം നമ്മളെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ഇതുവരെ ഉണ്ടായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പ്രീ ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള കാലത്തിന് ശേഷം ഭൂമിക്ക് ആകെയുള്ള ചൂട് 1.5 സെൻറ്റിഗ്രേഡിൽ കൂടുതൽ വന്നിട്ടുണ്ട്. 1 സെൻറ്റിഗ്രേഡ് ആകരുതെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടായിരുന്നു. അതുപോയി അത് 1.5 2ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇതുവരെ നമ്മൾ കൺഫ്രണ്ട് ചെയ്തിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 ലക്ഷം വർഷമായി കൺഫ്രണ്ട് ചെയ്തിട്ടില്ലാത്ത ഒരു ഫിനോമിനയാണ്. അത് നമ്മളെ മുഴുവൻ പേരെയും കുഴപ്പത്തിലാക്കാൻ പോകാനുള്ള, അപ്പോൾ ഈ പണക്കാരൊന്നും ഈ പണമില്ലാത്തവനൊന്നുമുള്ള കാര്യമില്ലാത്തൊരു ലോകമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ പിന്നെ നമുക്ക് അധികം പറയാനൊന്നുമില്ല. ഇത് വരുന്ന ഒരു 5-10 വർഷത്തിനകത്ത് നമ്മളെ വല്ലാതെ ബാധിക്കും എൻവയോൺമെൻ്റൽ ഇഷ്യൂ. അതിങ്ങനെ ഡൂംസ് ഡേക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന പോലെ മിണ്ടാൻ ഞാൻ തയ്യാറില്ലാത്തതുകൊണ്ട് ഞാനത് അധികം പറയുന്നില്ല. പക്ഷേ പ്രശ്നമാണ്. ഇപ്പോൾ ഈ യുദ്ധമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എൻവയോൺമെൻറ്റിനെ പറ്റി പിന്നെ ചർച്ച ചെയ്യില്ല. അതുവരെ നമ്മൾ പെട്രോളിനകത്തുനിന്ന് പുക നമ്മുടെ കാറിനകത്തുനിന്ന് പുകയില്ലാത്ത കാറ് എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാണല്ലോ, ചെയ്യത്തില്ല. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇതിനെപ്പറ്റി മിണ്ടത്തെ. നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു ഭൂമി ഉണ്ടാക്കിയെടുക്കുന്നതിനകത്ത് നല്ല മിടുക്കോടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ ഇനിയും കുറച്ച് പേര് നമ്മളെ തിന്നുകളയുമെന്നൊക്കെ ആലോചിച്ച് വിഷമിക്കേണ്ടി വരുമോയെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ആ ഭാഗം വളരെ നീണ്ടു പറയേണ്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കുടുങ്ങാൻ പോകുന്നൊരു സ്ഥലമാണ് അത്. നമ്മളാരും അതിനകത്ത് പങ്കുചേർന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മനുഷ്യനായി ജനിച്ചവനെല്ലാം ഒന്നിച്ച് കുറ്റവാളിയാകുന്ന ഒരു സ്ഥലമായിട്ട് അതുപോലൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ
എൻവയോൺമെൻറ്റ് വന്ന് നമ്മളെ തിന്നില്ലെങ്കിൽ നമ്മുടെ 1% ആൾക്കാർ നമ്മളെ തിന്നും. ഇതാണ് സ്ഥലം. അതിൽ ഏതാ വേണ്ടതെന്ന് മാത്രം ആലോചിച്ചാൽ. പണ്ട് ഗാന്ധിജി വിഭാവനം ചെയ്തൊരു സംവിധാനം നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, രാമരാജ്യം. അതേ മഹാത്മാഗാന്ധിയുടെ ഘാതകർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന രാമരാജ്യം, അത് ഇന്ത്യയിലും ഇപ്പോൾ ഇതാ കേരളത്തിലും ഒരു വൈറസ് പോലെ നമ്മളെ കടന്നാക്രമിക്കുന്ന സമയത്ത് മൈത്രേയൻ്റെ വാക്കുകൾ മനുഷ്യത്വ രാജ്യത്തിൻ്റെ ഒരു പ്രാധാന്യത്തിലേക്കാണ് ഊന്നുന്നത്. നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരിക്കണമെന്നാണല്ലോ മനുഷ്യജീവിതത്തെപ്പറ്റി പറയുന്നത് എപ്പോഴും. അപ്പോൾ ആശയും നിരാശയും ഉള്ളപ്പോഴും പ്രതീക്ഷകൾ ഉണ്ടായിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. മൈത്രേയൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും നമുക്ക് ആശ്വാസം തരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. മൈത്രേയനും ഇവിടെ ചേർന്നവർക്കും എല്ലാവർക്കും നന്ദി ആശംസിക്കുന്നു.